രാവിലെ ഉറക്കെണീക്കാൻ വയ്യ, 1 മണിക്കൂർ തികച്ചു പോലും നിങ്ങൾക്കിരുന്ന് പഠിക്കാൻ വയ്യ. പോട്ടെ, നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായിട്ടിരുന്ന് കാണാൻ പോലും വയ്യ. സത്യമല്ലേ? ഇതാണ് എല്ലാവരുടെയും ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇത് വയ്യാത്തത് കൊണ്ടല്ല, മടിയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യണമെന്നൊക്കെ തോന്നും, പക്ഷെ മടി കാരണം ചെയ്യത്തില്ല. അതാണ് അവസ്ഥയല്ലേ? അപ്പൊ ഈ മടി എങ്ങനെ മാറ്റാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആക്ച്വലി നിങ്ങൾ ഈ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അതൊന്ന് ബ്രേക്ക് ചെയ്യുക. ട്രൈ ടു ഡു സംതിങ് ന്യൂ. അതിൻ്റെ മുന്നോടിയായിട്ട് രാവിലെ ഒന്ന് നേരത്തെ എണീറ്റാലോ? അലാറം അടിക്കുന്ന സമയത്ത് അത് ഓഫാക്കിയിട്ട് വീണ്ടും കിടന്നുറങ്ങാതെ, ഇത്രയും ദിവസം അതല്ലേ ചെയ്തുകൊണ്ടിരുന്നത്, വീണ്ടും കിടന്നുറങ്ങാതെ ഒന്ന് എണീക്കുക. അപ്പോൾ എണീക്കുന്ന സമയത്ത് ഞാനിനി എന്തിനാ ഈ രാവിലെ എണീക്കുന്നത്, എനിക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് വരാം. ആക്ച്വലി നിങ്ങൾക്ക് ആ ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. ദ വൈ. ഒരു എയിം നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും രാവിലെ എണീക്കും. രാവിലെ ഒരു സിനിമയ്ക്ക് പോകണം, സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട്, അപ്പം നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, രാവിലെ എണീറ്റിരിക്കും. അതുപോലെ ഇഫ് യു ഹാവ് എൻ എയിം, നിങ്ങൾ രാവിലെ എന്തായാലും എണീക്കും. ആ റൂമിന്റെ കോർണറിലോട്ട് നോക്കിയേ, പൊടി പിടിച്ചിരിക്കുന്ന കുറച്ച് പുസ്തകങ്ങളൊക്കെ ഇല്ലേ? അപ്പൊ അതൊക്കെ ഒന്ന് എടുത്തു വെച്ച് പഠിക്കാന്ന് പറയുന്നത് നിങ്ങളുടെ എയിം അല്ലേ? അപ്പൊ നിങ്ങൾ ഇത്രയും നാളും എന്താ പറയാ, ജസ്റ്റ് സ്വപ്നം മാത്രമാണോ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ജോലി വേണം എന്നുള്ളത്? സ്വപ്നം മാത്രമായിരുന്നെങ്കിൽ ആ ഒരു സംഭവം പൊടി പിടിച്ച് അവിടെ തന്നെ ഇരുന്നോട്ടെ. അല്ല, നിങ്ങൾക്ക് അതൊരു എയിം ആക്കണം. ദാറ്റ് ഈസ് യുവർ ഗോൾ എന്നുണ്ടെങ്കിൽ എണീക്ക്, രാവിലെ എണീക്ക്, ഇരുന്ന് പഠിക്കുക. 2026 വരാൻ പോവാണ്. ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് നിങ്ങൾക്കത് ചെയ്ത് തുടങ്ങാനായിട്ട് സാധിക്കട്ടെ. സോ സ്റ്റാർട്ട് ടുഡേ. ഒരു 5 മിനിറ്റിൽ തുടങ്ങി നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴേ എടുത്ത് തലയിലെടുത്ത് വെക്കുക. ഓക്കെ, ഭയങ്കര പവറായി മോട്ടിവേറ്റഡ് ആയി ഞാൻ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുമെന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുക, തലയിൽ കയറ്റി എടുത്ത് വെക്കാനത്തേക്ക് ഒരു കുറച്ചായിട്ട് വളരെ സിമ്പിളായിട്ടും ബേസിക് ആയിട്ടും ഒക്കെ ചെയ്ത് തുടങ്ങുമ്പോഴത്തേനും നമുക്കത് ഇഷ്ടപ്പെടും. ആൻഡ് ആ ഒരു പാറ്റേൺ, നമ്മുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പാറ്റേണിൽ പോകുന്ന സമയത്ത് നമുക്കത് മടുക്കും. അപ്പം എന്ത് ചെയ്യുക, ആ പാറ്റേൺ ബ്രേക്ക് ചെയ്ത് അങ്ങനെ പുതിയ പാറ്റേൺ ചെയ്ത് പോവാം. ഇനി പഠിക്കുന്ന കാര്യത്തിലാണെങ്കിൽ നമുക്ക് എന്ത് വേണം? ഫോക്കസ് വേണം. ആ ഒരു ഡിസിപ്ലിൻ മാത്രമല്ലേ, നമ്മളിപ്പോൾ രാവിലെ എണീക്കുന്ന ആ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവന്നു. ഇനി അതിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോക്കസ് വേണം. ഫോക്കസ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ട്രാക്ഷൻ ഒക്കെ മാറ്റി വെക്കണം. സോ ഈ രാവിലെ എണീക്കുന്ന സമയത്ത് പഠിക്കാൻ ആവശ്യമായിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ എടുത്ത് മുന്നിലെടുത്ത് വെക്കുക. എന്നിട്ട് അങ്ങ് പഠിച്ചു തുടങ്ങാം. ആ ഒരു ഡിസ്ട്രാക്ഷനൊക്കെ മാറ്റി വെച്ചിട്ട് ഫോക്കസ് ഓൺ യുവർ സെൽഫ്. ആദ്യം എന്ത് ചെയ്യുക, ഭയങ്കര പ്രയാസമായിരിക്കും. കാര്യം നമ്മൾ പുതിയതായിട്ട് കുറേ നാൾക്ക് ശേഷം സ്കൂളിലൊക്കെ ആയിരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യായിരുന്നിരിക്കും അല്ലേ? അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പുതിയതായിട്ട് ചെയ്യാണ്. അപ്പോൾ പെട്ടെന്ന് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വന്നു തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു സമയം ഒന്ന് ടാലിയാക്കി ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പം ആദ്യമൊക്കെ ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ ഡിസ്ട്രാക്ഷൻ വരും. പിന്നെ അതൊക്കെ മാറി വരുമ്പോഴത്തേനും തനിയെ ആ ഒരു ഫോക്കസ് നമുക്ക് വരും. ആൻഡ് ആ ഒരു മാറ്റം വരുന്ന സമയത്ത്, ഡിസ്ട്രാക്റ്റ് ആവുന്ന സമയത്ത് വീണ്ടും തിരിച്ച് നിങ്ങൾക്ക് വരാൻ പറ്റണം. ആൻഡ് ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ ഈ ഒരു ഡിസിപ്ലിൻ, ഫോക്കസ് ആൻഡ് കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ ഈ ഒരു നിങ്ങൾ ഇത്രയും നാളും പുറകിലോട്ട് വലിച്ചുകൊണ്ടിരുന്ന ആ ഒരു മടിയെന്ന് പറയുന്ന ആള് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് എന്തായാലും പോകും. അപ്പോൾ എന്ത് ചെയ്യുക, 2026 വരികയാണ്. ഈ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു ജോലിയിലേക്ക് മുന്നിലോട്ട് എത്താനായിട്ട് ആ ഒരു ഗോൾ സെറ്റ് ചെയ്യുക, വർക്ക് ചെയ്യുക. നൗ ലിസൺ, ബ്രേക്ക് യുവർ കംഫർട്ട് സോൺ, ബി ഫോക്കസ്ഡ്, go study and make yourself proud.